അവിടെ നമ്മള് ആദിശങ്കരാചാര്യ രചിച്ച ശാരദാ ഭുജംഗപ്രയാദമുണ്ട്. അപ്പൊ എല്ലാരും കൂടെ അതിരുന്ന് ചൊല്ലി. നേരത്തെ ഈ ബുക്ക്ലെറ്റ് ഒക്കെ കൊടുക്കും, വേണമെങ്കിൽ ഒന്ന് പഠിച്ചിട്ട് വരാൻ പറയും. അപ്പൊ എല്ലാരും കൂടെ ഒന്നിച്ചിരുന്ന് ആ ഭൂമിയിൽ ഇരുന്ന് ചൊല്ലും. അതുണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിന്റെ പ്രതിഷ്ഠ നടത്തിയത് ആദിശങ്കരാചാര്യ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം അത് പ്രതിഷ്ഠിച്ചിട്ട് ആദിശങ്കരാചാര്യർ അപ്പോൾ തന്നെ ഒരു സ്തോത്രം ചൊല്ലി സ്തുതിച്ചു. അതാണ് ശരിക്കും പറഞ്ഞാല് പെട്ടെന്ന് ഇത് കണ്ടപ്പോ ആ ശങ്കരന്റെ കണ്ണിലും കണ്ണുനീര് ധാരധാരയായിട്ട് വന്നു എന്ന് പറയാണ്. പക്ഷെ ആ ഒരു ശോകം ഒരു ശ്ലോകമായിട്ട് മാറി എന്ന് പറയാണ്. നമസ്കാരം, ജ്യോതിഷ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരതീയ ദർശനങ്ങളിൽ ഉത്തുംഗ ശൃംഗമായി വിരാജിക്കുന്ന അദ്വൈത സിദ്ധാന്തം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത വിശ്വഗുരുവാണ് ശ്രീ ശങ്കരാചാര്യർ. ശ്രീ ശങ്കരാചാര്യരെ കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിത വഴികളെക്കുറിച്ചും നമ്മോട് സംസാരിക്കാൻ ഇന്ന് നമ്മോട് കൂടെയുള്ളത് ആധ്യാത്മിക പ്രഭാഷണ രംഗത്ത് നിങ്ങൾക്കേവർക്കും ചിരപരിചിതയായ, അതോടൊപ്പം ഏറ്റുമാനൂരപ്പൻ കോളേജിലെ അധ്യാപികയും മാനേജ്മെന്റ് വിദഗ്ധയും ഒക്കെയായ പ്രൊഫസർ സരിത അയ്യരാണ്. ചേച്ചി നമസ്കാരം. നമസ്തേ. ചേച്ചി, ഏപ്രിൽ 21 ശങ്കര ജയന്തിയായി നമ്മൾ ആഘോഷിക്കുകയാണ്. എന്താണ് ചേച്ചിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്? ശ്രീശങ്കര ജയന്തി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആദിശങ്കരാചാര്യരുടെ ജന്മദിനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഏപ്രിൽ 21 വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ആചാര്യന്മാർ ആദിശങ്കരാചാര്യരുടെ ജനനം ഏത് ദിവസം നടന്നു അല്ലെങ്കിൽ ഏത് തിഥിയിൽ നടന്നു എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഭാരതത്തിൽ പൊതുവെ നമ്മൾ തിഥിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, നക്ഷത്രത്തിനല്ല. പക്ഷേ കേരളത്തിലുള്ളവർ കൂടുതലായിട്ട് നക്ഷത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഉത്തര ഭാരതത്തിലുള്ളവർ തിഥിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് അവർ ജന്മാഷ്ടമിയായിട്ട് ആഘോഷിക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണന്റെ ജന്മദിനം നമ്മളിവിടെ അഷ്ടമി രോഹിണി എന്നുള്ള രീതിയിൽ നോക്കും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഉത്തരേന്ത്യക്കാരുടെ ജന്മാഷ്ടമിയും നമ്മുടെ അഷ്ടമി രോഹിണിയും വേറെ വേറെ ദിവസമായിരിക്കും. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ആദിശങ്കരാചാര്യരുടെ ജനനത്തെ പറ്റി പറയുന്ന മേടമാസത്തില്, ഈ വൈശാഖ മാസത്തില് ശുക്ലപക്ഷത്തിലാണ്. ശുക്ലപക്ഷം എന്ന് പറഞ്ഞാൽ അമാവാസി ദിവസം തൊട്ട് പിന്നെ പൗർണമി വരെയുള്ള ദിവസത്തിനാണ്. ചന്ദ്രന്റെ അറിയാലോ, ഈ ദിവസത്തിനാണ് ശുക്ലപക്ഷം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്രാവശ്യം ഏപ്രിൽ 17 തൊട്ട് മെയ് 1 വരെയാണ് ഈ ശുക്ലപക്ഷം. ഈ ശുക്ലപക്ഷത്തില് പഞ്ചമി തിഥിയിലാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത്. അതുപോലെ പുണർത നക്ഷത്രമാണ്, കർക്കിടക ലഗ്നമാണ്, അഭിജിത് മുഹൂർത്തമാണ്. അപ്പൊ അത് വരുന്നത് പഞ്ചമി തിഥി നോക്കിയാൽ മതി. അപ്പൊ മേടമാസമാണ്, വൈശാഖ മാസമാണ്, അതോടൊപ്പം തന്നെ ശുക്ലപക്ഷമാണ്. ശുക്ലപക്ഷത്തിലെ പഞ്ചമി തിഥി എവിടെയാണെന്ന് നോക്കിയാൽ അത് ഏപ്രിൽ 21. അപ്പൊ അതുകൊണ്ടാണ് ശ്രീശങ്കര ജയന്തി. ഇവിടെ തിഥിക്കാണ് നമ്മൾ നോക്കുന്നത്. ആ പഞ്ചമി ദിവസം എടുത്താൽ അന്ന് പുണർതമല്ല, പക്ഷെ തിഥിക്ക് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് എന്താണെങ്കിലും നമ്മൾ ശ്രീശങ്കര ജയന്തി ആയിട്ട് ആ ദിവസം തന്നെയാണ് ആചരിക്കുന്നത്. അതാണ് അതിന്റെ പ്രാധാന്യം. ആദിശങ്കരാചാര്യരുടെ ജന്മസ്ഥലമാണല്ലോ കാലടി. കാലടിയെ കുറിച്ച് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ആദിശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായിട്ടുള്ള കാലടിയെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇന്നവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് സ്മരിക്കുന്നതിന് മുമ്പ് കുറച്ച് പഴയകാല സ്മരണകളിലേക്ക് പോകുന്നത് നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം ഈ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ കാലടിയെ പറ്റി അത്രയധികം ആളുകൾക്കൊന്നും അറിയില്ലായിരുന്നു. ശൃംഗേരി ശങ്കരാചാര്യായിരുന്നു. നമുക്കറിയാം, ഭാരതത്തിലെ 4 മഠങ്ങളാണ് ആദിശങ്കരാചാര്യർ സ്ഥാപിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ശൃംഗേരിയിലെ ശാരദാമഠം. അവിടുത്തെ 33ാമത് ശങ്കരാചാര്യരായിരുന്ന ശ്രീ സച്ചിദാനന്ദ ശിവാഭിനവ നരസിംഹ ഭാരതി സ്വാമികൾ, അദ്ദേഹമാണ് ഈ കാലടി അല്ലെങ്കിൽ ആദിശങ്കരാചാര്യരുടെ ജന്മസ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു പരിശ്രമം നടത്തിയത്. അപ്പൊ വളരെയധികം പരിശ്രമമാണ് അതിനുവേണ്ടി നടത്തിയത്. കാരണം ആദിശങ്കരാചാര്യരുടെ ജന്മവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും അവിടെ വരണം. അതിനു ചുറ്റും പൂർണ്ണ നദി, പെരിയാറ് വരണം, അല്ലെ, അമ്മയുടെ സ്ഥലം വരണം, അതുപോലെ കനകധാര സ്തോത്രം നടന്ന ഇല്ലം വരണം, അതുപോലെ തിരുവള്ളമാൻതുള്ളി ക്ഷേത്രം, അങ്ങനെ ഒരു ക്ഷേത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ആ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും നോക്കിയിട്ട് അദ്ദേഹം ഈ കാലടിയാണ് ആചാര്യരുടെ ജന്മസ്ഥലം എന്ന് മനസ്സിലാക്കുകയാണ് ചെയ്തത്. അപ്പൊ അന്നത്തെ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളുമായിട്ട് ചേർന്ന് അദ്ദേഹം പല ചർച്ചകളൊക്കെ ചെയ്യുകയും
ഈ ഒരു സ്ഥലം മുഴുവൻ രാജാവ് ശൃംഗേരി മഠത്തിനായിട്ട് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ശൃംഗേരി ശങ്കരാചാര്യരുടെ അദ്ദേഹത്തിന്റെ സച്ചിദാനന്ദ ഭാരതി സ്വാമികളുടെ നേതൃത്വത്തിലാണ് ഇപ്പം നമ്മൾ കാണുന്ന ഈ ശൃംഗേരി മഠമൊക്കെ അവിടെ പണിതത്. 1910 കുംഭാഭിഷേകം നടന്നത്. പിന്നീട് വന്ന ഓരോ ശങ്കരാചാര്യന്മാരും അവിടെ പല പല കാര്യങ്ങൾ പുതുതായിട്ട് കൂട്ടിച്ചേർത്തു. വേദപാഠശാലകളൊക്കെ ഉണ്ടായി. ഇപ്പം നമ്മൾ അവിടെ ചെന്നാൽ പ്രധാനമായിട്ടും കാണുന്നത് സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹം ഏറ്റവും പ്രധാനമായിട്ട് ചെയ്തത് അവിടെ ഒരു ശാരദാദേവിയുടെ പ്രതിഷ്ഠ നടത്തി. ശാരദാദേവി എന്നാൽ സരസ്വതി ദേവിയാണ്. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ശാരദാദേവിയുടെ പ്രതിഷ്ഠയാണ്. നമുക്കറിയാം ആദിശങ്കരാചാര്യര് ആ സർവജ്ഞപീഠം കയറിയ ചരിതമൊക്കെ അറിയാം അല്ലേ. അപ്പൊ അതും ശാരദാദേവി സരസ്വതി ദേവിയുടെ അനുഗ്രഹത്താലാണ് അദ്ദേഹം ആ സർവജ്ഞപീഠം കയറിയത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ശാരദാ മഠത്തിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന് പറയുന്ന പേര് ശ്രീ ശങ്കരാചാര്യ ജന്മഭൂമി ക്ഷേത്രം എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ചെന്നാൽ നമുക്ക് ഈ ശാരദാദേവിയുടെ പ്രതിഷ്ഠ കാണാം. അതിന്റെ ചുറ്റും ആയിട്ട് സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠയുണ്ട്. അതുപോലെ നമ്മൾ ആ ശാരദാദേവിയെ തൊഴുത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ചുവർചിത്രങ്ങളിൽ ആദിശങ്കരാചാര്യരുടെ ജീവചരിത്രം മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അവിടെ ഉള്ളത് ആര്യാമ്പാദേവിയുടെ സമാധി സ്ഥലമാണ് ഉള്ളത്. പിന്നെ ശക്തി ഗണപതിയുടെ ഒരു പ്രതിഷ്ഠ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് പൂർണ്ണ നദി, പെരിയാർ നദി ഒഴുകുന്നത് കാണാൻ സാധിക്കും. സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ നടത്തിയ 2 പ്രതിഷ്ഠ, ഒന്ന് ശാരദാദേവിയുടെയും ഒന്ന് ശങ്കരാചാര്യയുടെയാണ്. അപ്പൊ നമുക്ക് അവിടെ ആദിശങ്കരാചാര്യരുടെ പ്രതിഷ്ഠയും കാണാൻ സാധിക്കും. ആ ക്ഷേത്രത്തിലും തൊഴാൻ സാധിക്കും. എല്ലാം ഒരു കോമ്പൗണ്ടിനുള്ളിലാണ്, പോയിട്ടുള്ളവർക്ക് അറിയാം. അവിടെ കൂടുതലായിട്ട് ഈ ഉപനയന സംസ്കാരങ്ങളും എല്ലാം നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഈ ആദിശങ്കരാചാര്യരുടെ ജന്മഭൂമി ക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഉള്ളത്. അതുപോലെ തന്നെ അവിടെ ഈ മുമ്പ് പറഞ്ഞ പോലെ വേദം പഠിക്കുന്ന കുട്ടികൾക്ക് താമസിക്കാൻ, അധ്യാപകർക്ക് താമസിക്കാൻ, പിന്നെ ഓരോ പീഠാധിപതികളൊക്കെ വരുമ്പോൾ അവർക്ക് താമസിക്കാൻ, പിന്നെ നമ്മൾ പോയാൽ താമസിക്കാനൊക്കെ താമസ സൗകര്യങ്ങളും എല്ലാം ഇപ്പം ഓരോ വർഷം ചെല്ലുന്തോറും അത് അഭിവൃദ്ധി പ്രാപിച്ചു വരികയാണ്. പക്ഷെ നമ്മളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു മഹത്തായിട്ടുള്ള സ്ഥലമാണ് കാലടി. ഒരു പക്ഷേ മലയാളികൾക്ക് ഈ കാലടിയുടെ പ്രാധാന്യം അവർ മനസ്സിലാക്കുന്നതിനേക്കാൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പുറം നാടുകളിലുള്ളവരാണ് മനസ്സിലാക്കുന്നതാണ്. കാരണം ഈ ഓംകാരേശ്വറില് ആ ഒരു ആദിശങ്കരാചാര്യരുടെ വിഗ്രഹം അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോൾ കേരളത്തിൽ നിന്നാണെന്ന് പറയുമ്പോഴേ അവർക്കെല്ലാം അത്രമാത്രം ഒരു സന്തോഷമാണ്. ഒരു പിടി മണ്ണെങ്കിലും അവിടുത്തെ കിട്ടുമോ, ഞങ്ങൾക്കൊന്ന് സൂക്ഷിച്ചു വെക്കാൻ, ആദിശങ്കരാചാര്യരുടെ ജന്മഭൂമിയിലെ. അതുപോലെ ഒരിക്കൽ പറയുന്ന കേട്ടു, വളരെ വയസ്സായിട്ടുള്ള ഒരു സന്യാസി വര്യൻ. അപ്പൊ അദ്ദേഹത്തിന് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആഗ്രഹം ആദിശങ്കരാചാര്യരുടെ ഈ ജന്മദേശത്ത് വരണം എന്നാണ്. അപ്പൊ അദ്ദേഹം കോയമ്പത്തൂർ വഴി വന്ന്, വയസ്സായിട്ടുള്ളതാണ്, പാലക്കാട് ആ ബോർഡർ ഒന്ന് കയറി ഇപ്പുറത്ത് വന്ന് അദ്ദേഹത്തെ പിടിച്ചൊന്ന് നിർത്തി പിന്നീട് തിരിച്ച് അദ്ദേഹം വണ്ടി കയറിയിട്ട് പോയി. അതായത് ആ ഭൂമിയിലൊന്ന് സ്പർശിക്കണം, ആദിശങ്കരാചാര്യരുടെ ജന്മദേശം, ആ കേരളത്തിലൊന്ന് വരണം. അങ്ങനെ നോക്കിയാൽ നമ്മളെല്ലാം വലിയ അനുഗ്രഹീതരാണ്. കാരണം നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ കനിഷ്ഠ സഹോദരന്മാരാണ് അല്ലേ. നമ്മുടെ കേരളത്തിൽ ജനിച്ച ഒരാളെന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു സഹോദരനായിട്ട് വരും, ജ്യേഷ്ഠ സഹോദരനായിട്ട് വരും. അതുകൊണ്ട് തന്നെ ആ ഒരു ഭൂമിയും അവിടെ ആ ഒരു ശാരദാ മഠവും ഒക്കെ ഉള്ളത് ഈ ആദിശങ്കരാചാര്യരുടെ ജന്മഭൂമി കാലടിയാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതിന് സഹായിക്കുന്ന വലിയൊരു ഘടകമാണ്. ശൃംഗേരി മഠത്തിലെ മുതലക്കടവ്, ശ്രീകൃഷ്ണ ക്ഷേത്രം, ഇതിനെ കുറിച്ചെല്ലാം ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ആദിശങ്കരാചാര്യരുമായിട്ട് ബന്ധപ്പെട്ട ശൃംഗേരി മഠത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് കാണുന്ന മറ്റു സ്ഥലങ്ങളാണ് മുതലക്കടവ്, ഈ ശ്രീകൃഷ്ണ ക്ഷേത്രമൊക്കെ. പക്ഷേ ഇതിലും കൂടുതൽ സ്ഥലങ്ങൾ ആദിശങ്കരാചാര്യരുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ആ ഒരു ചുറ്റളവിൽ തന്നെ ഉണ്ട്. അപ്പൊ അത് നമ്മളുടെ ആചാര്യന്മാര് വിചാരിച്ചു ഈ ഒരു മഠം ഇരിക്കുന്ന സ്ഥലം മാത്രമല്ല, ആദിശങ്കരാചാര്യരുടെ പാദസ്പർശമേറ്റ ഏതെല്ലാം സ്ഥലങ്ങളുണ്ടോ അതെല്ലാം കേരളീയർ മനസ്സിലാക്കിയിരിക്കണം. കാരണം മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരാണ് മനസ്സിലാക്കുക? അപ്പൊ അതുകൊണ്ട് നമ്മളുടെ സന്യാസി വര്യന്മാരെല്ലാം ചേർന്ന് അതൊരു എന്താ പറയുക, ഒരു പ്രത്യേക പദ്ധതിയായിട്ട് അവര് രൂപീകരിച്ചു. അത് കേരളത്തില് സൗന്ദര്യ ലഹരി ഉപാസന മണ്ഡലി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പൊ അവര് കേരളത്തിന്റെ ഈ ഒരു വിഭാഗം ചേർന്നിട്ടാണ് ഈ കാലടി തീർത്ഥാടനം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്, ഒരു പദ്ധതി രൂപീകരിച്ചു. അപ്പൊ അതില് ശങ്കരാചാര്യരുമായിട്ട് ബന്ധപ്പെട്ട കുറേ സ്ഥലങ്ങള് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക.
അപ്പൊ അതൊരു 1 ദിവസമോ 2 ദിവസമോ ആയിട്ടുള്ള തീർത്ഥാടനമാണ്. ധാരാളം ജനങ്ങളെ കൊണ്ടുപോകുക എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതൊരിക്കല് നമ്മുടെ പാലക്കാടുള്ള കൃഷ്ണാത്മാനന്ദ സ്വാമിജിയും അതോടൊപ്പം ഹിമാലയത്തിൽ ഉത്തരകാശിയിലുള്ള കുട്ടിസ്വാമിജി എന്നറിയപ്പെടുന്ന ഹരിബ്രഹ്മേന്ദ്രാനന്ദ സ്വാമിജിയും ഒക്കെ ഒരിക്കൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇതിനെപ്പറ്റി ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട്. ആദിശങ്കരാചാര്യരുടെ കാര്യങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് കഴിയുമെങ്കിൽ ജനങ്ങളെ ഇതിലേക്കൊന്ന് ശ്രദ്ധ തിരിക്കുന്നതിനായിട്ട് പറ്റുമെങ്കിൽ ഇങ്ങനെ എല്ലാ വർഷവും അല്ലെങ്കിൽ പറ്റുന്ന സമയത്തിൽ കാലടി തീർത്ഥാടനം കുറെ ആളുകളെയും കൊണ്ട് ചെയ്യുക. എന്നിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ടും ഈ ഓരോ സ്ഥലത്തിന് മാഹാത്മ്യം, അവിടെ എന്താണ് ചരിതം നടന്നത്, അത് സ്കൂൾ കുട്ടികളെ ആണെങ്കിലാകാം അല്ലെ. ഇപ്പൊ എല്ലാ സ്കൂളുകളും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വിടുമോന്ന് അറിയില്ല, എങ്കിലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു പദ്ധതിയായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ അതിനായിട്ട് ശരിക്കും ഇവരൊരു ബുക്ക്ലെറ്റ് ഒക്കെ അടിച്ചിറക്കിയിട്ടുണ്ട്. ഈ ഓരോ സ്ഥലങ്ങളുടെ ഒരു ചെറിയ ബ്രീഫായിട്ടുള്ള വിവരണം, ഓരോ സ്ഥലത്ത് ചൊല്ലേണ്ട മന്ത്രങ്ങൾ എന്തൊക്കെ, ഇതെല്ലാം ഈ സൗന്ദര്യലഹരി ഉപാസന മണ്ഡലം ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു കുറെ 19 ബുക്ക് തന്നു. അങ്ങനെ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി, ഞാനും ഈ സ്ഥലങ്ങളിൽ എല്ലായിടത്തും ഒന്നും പോയിട്ടില്ല, അപ്പൊ ഇവിടെ എല്ലാം ഒന്ന് പോകണം, നമസ്കരിക്കണം, പ്രാർത്ഥിക്കണം, ജപിക്കണം എന്ന് തോന്നി. അപ്പൊ അങ്ങനെ ഒരു 2-3 വർഷം മുമ്പ് ഞങ്ങളൊരു 44 പേര്, ഞാനൊരു യാത്രാ സംഘവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, യോഗി ട്രെയിൽസ് എന്ന് പറഞ്ഞ് എൻ്റെ പല ഇന്റർവ്യൂവിലും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ്. ഞാനും അവരുടെ കൂടെയാണ് കൈലാസം ഉൾപ്പെടെയുള്ള എല്ലാ യാത്രകളും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പല യാത്രകളിലും എൻ്റെ സത്സംഗം കാണും, ഈ സ്ഥലങ്ങളുടെ മഹാത്മ്യമൊക്കെ വർണ്ണിച്ചു കൊടുക്കും. അങ്ങനെ യോഗി ട്രെയിൽസ് ഓർഗനൈസ് ചെയ്ത്, കാരണം നമുക്ക് പിന്നെ ഈ പാർട്ടൊന്നും നോക്കണ്ടല്ലോ, അവിടെ ഈ ആഹാരം, താമസം, ഇതൊന്നും നമുക്കറിയണ്ട, നമുക്ക് ഭഗവത് കഥകൾ മാത്രം പറഞ്ഞാൽ മതി, ബാക്കി സൈഡ് അവർ നോക്കിക്കോളും. അങ്ങനെ ഞങ്ങളൊരു 44 പേരുമായിട്ട് ഒരു യാത്ര നടത്തി. അതിനിട്ട പേര് ശങ്കര സ്മൃതി യാത്ര എന്നായിരുന്നു. അതായത് ശങ്കരാചാര്യരുമായിട്ടുള്ള ബന്ധങ്ങളെ നമ്മുടെ സ്മൃതിപഥത്തിലൊന്ന് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ ഒരു ഉദ്യമമായതുകൊണ്ട് ഒരു ശങ്കരാചാര്യർ തന്നെ അതിന് നേതൃത്വം വഹിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പത്തെ തോടകാചാര്യരുടെ ആ ഒരു പരമ്പരയിലുള്ള നമ്മളുടെ തിരുവനന്തപുരത്തെ പുഷ്പാഞ്ജലി സ്വാമിയാർ, നടുവിൽ മഠം അച്യുത ഭാരതി സ്വാമികൾ, അദ്ദേഹം ശങ്കരാചാര്യനാണ്. അപ്പൊ അദ്ദേഹത്തിനോട് പോയി ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി വരാമെന്ന് തീരുമാനിച്ചു. അപ്പൊ ഈ ഒരു ഉദ്യമത്തിന് അദ്ദേഹം ഞങ്ങളുടെ മുന്നിൽ ഉണ്ടാകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അദ്ദേഹം വളരെ നല്ല കാര്യമാണ്, ഇത്രയും ജനങ്ങളിലേക്ക് ഈ അറിവെത്തിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ 2 ദിവസത്തെ ആയിരുന്നു. നമുക്ക് വേഗം പോയിട്ട് വരാനാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും കൂടി നമുക്ക് പോയിട്ട് വരാം, കാരണം നമ്മുടെ ഇവിടെ ക്ഷേത്രങ്ങൾ ഉച്ച കഴിഞ്ഞാൽ തുറക്കില്ലല്ലോ. പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തും പോയി അവിടെ ഇരുന്ന് ഈ ക്ഷേത്രത്തിന്റെ മഹാത്മ്യം, ഇവിടെ നടന്ന ചരിതം, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്തോത്രം എല്ലാവരും കൂടെ ചൊല്ലും. അപ്പൊ ഈ പ്രിന്റഡ് ബുക്ക്ലെറ്റ് എല്ലാവർക്കും കൊടുക്കും. പിന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇദ്ദേഹത്തിന്റെ ശങ്കരാചാര്യരുടെ ഒരു സത്സംഗം, പിന്നെ അദ്ദേഹത്തിനെ നമസ്കരിക്കുക, എല്ലാവർക്കും ദർശനത്തിനുള്ള ഭാഗ്യം. അങ്ങനെ ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടായിരുന്നു നമ്മൾ ആ യാത്ര നടത്തിയത്. അപ്പൊ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അതും കൂടി അറിഞ്ഞിരിക്കണം. നമ്മൾ ഈ കാലടിയിലെ ശാരദാമഠം മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ആദിശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങൾ ചേച്ചി സന്ദർശിച്ചെന്ന് ഇപ്പൊ പറഞ്ഞല്ലോ. ഇതിൽ ചേച്ചിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നിയ സ്ഥലം അതേതാണ്? ഞങ്ങൾ അന്ന് യാത്ര പോയപ്പോൾ ആദ്യം സന്ദർശിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രമാണ്. അപ്പൊ അത് ആദിശങ്കരാചാര്യമായിട്ട് ബന്ധപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പലർക്കും അറിയായിരിക്കും, എങ്കിലും നമ്മളൊന്ന് സ്മരിക്കുന്നതിൽ തെറ്റില്ല, കാരണം ശ്രീശങ്കര ജയന്തി വരുവാണല്ലോ. ഇവിടെ ആദിശങ്കരാചാര്യരുടെ പിതാവിന്റെ പേര് ശിവഗുരു എന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം വലിയ ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം വിവാഹം കഴിച്ചത് ആര്യാമ്പ ദേവിയാണ്. ആര്യാമ്പ എന്ന് പറഞ്ഞാൽ വിശിഷ്ട, ശ്രേഷ്ഠ എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഇവർ രണ്ടുപേരും ഈ സ്വാധ്യായമൊക്കെ ചെയ്ത് നമ്മളുടെ വേദങ്ങളൊക്കെ പഠിച്ച്, ഇതിഹാസങ്ങളും പുരാണങ്ങളും ഭഗവത്ഗീതയും എല്ലാം പഠിച്ച് അവരുടെ ജീവിതം നീക്കുകയായിരുന്നു. അപ്പൊ അവർക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ലായിരുന്നു, കുറച്ച് പ്രായമായി. അപ്പൊ ആ സമയത്ത് ഒരു ദിവസം ഈ സന്ധ്യാവന്തനമൊക്കെ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് ഒരു വൃദ്ധനായിട്ടുള്ള ഒരു വൈദിക ബ്രാഹ്മണനെ ഈ ശിവഗുരു കാണുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവര് തമ്മിൽ ഒരു കുശല പ്രശ്നമൊക്കെ ചെയ്തു. അപ്പൊ ആരാണ് അങ്ങെന്നൊക്കെ ഈ ബ്രാഹ്മണൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാനിങ്ങനെ ഇവിടെ താമസിക്കുന്ന ഒരാളാണ്, സ്വാധ്യായമൊക്കെ ചെയ്ത് ഞാനിങ്ങനെ ഭഗവത്ഗീതയൊക്കെ പഠിക്കും, പകൽ സമയമൊക്കെ, വൈകിട്ട് ഇതൊക്കെ മനനമൊക്കെ ചെയ്ത് ഞാനിങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഒരു വ്യക്തിയുടെ ഗൃഹസ്ഥാശ്രമം പൂർത്തിയാകണമെങ്കിൽ ഒരു സന്താനം ഉണ്ടാകണം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങ്
അതിനായിട്ട് പരിശ്രമിക്കുക, അങ്ങ് മഹാദേവനെ പ്രാർത്ഥിക്കുക. മാത്രമല്ല എൻ്റെയും ഋഷി പരമ്പരയുടെയും ആഗ്രഹം അതാണ്, അങ്ങേക്കൊരു സന്താനം ഉണ്ടാകണം എന്നാണ് ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് അങ്ങ് മഹാദേവനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് തോന്നി ഇത് ആരാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് വിചാരിച്ചു. അപ്പൊ ചോദിച്ചു അങ്ങ് ആരാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു വൈദിക പാരമ്പര്യം നിലനിൽക്കണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരാൾ, അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോയി. അപ്പൊ അദ്ദേഹത്തിന്റെ രൂപം എന്ന് പറഞ്ഞാല് വർണ്ണിക്കപ്പെടുന്നത് ചെമ്പിച്ച മുടി, കുടുമയൊക്കെ ഉണ്ട്, വളരെ പൊക്കം ഉണ്ട്, അതുപോലെ ഒരു ദണ്ടുണ്ട് കയ്യില്, അത്യാവശ്യം നല്ല തടിച്ച ശരീരം, കറുത്ത ശരീരമൊക്കെയാണ്. അപ്പൊ അദ്ദേഹം നടന്നു പോയി. പെട്ടെന്നാണ് ഇദ്ദേഹത്തിന് മനസ്സിലേക്ക് നമ്മളുടെ മഹാഭാരതത്തിലെ വൈശമ്പായനന്റെ ആ ഭാരത ശ്ലോകത്തില് വ്യാസഭഗവാനെ പറ്റി വർണ്ണിക്കുന്ന ഒരു രൂപമുണ്ട്, അത് ഓർമ്മ വന്നത്. അതിലോ ഈ ഓരോന്നും പറയുന്നുണ്ട്, ഈ ദണ്ടു പിടിച്ചിരിക്കുന്നതും കറുത്ത നിറത്തിലുള്ളവനും വളരെ ഉയരമുള്ളവനും ചെമ്പിച്ച മുടിയുള്ളവനും കുടുമയുള്ളവനും എന്നൊക്കെ. അപ്പോഴാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ വ്യക്തിയുടെ രൂപമാണല്ലോ ഇവിടെ കണ്ടത് എന്ന് വിചാരിച്ചത്, വ്യാസഭഗവാനാണെന്ന് തോന്നി. പക്ഷെ പിന്നെ തിരിച്ച് ഓടി വന്ന് അവിടെ എല്ലാം നോക്കി, ആരെയും കാണാൻ സാധിച്ചില്ല. അപ്പൊ പിന്നെ വിചാരിച്ചു ഇനി എന്താ ചെയ്യുക, കാരണം ഇത് വ്യാസഭഗവാൻ തന്നെയാണോ തന്നോട് വന്ന് പറഞ്ഞത് എന്ന് അദ്ദേഹത്തിന് ഒരു സംശയം. എന്താണേലും അതെല്ലാം വിചാരിച്ചിട്ട് അദ്ദേഹം അന്നത്തെ ദിവസം കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. അന്ന് രാത്രി അദ്ദേഹത്തിന് ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പൊ അദ്ദേഹം ഈ ശ്രീരുദ്രത്തിലെ മന്ത്രം എല്ലാം ചൊല്ലിക്കൊണ്ടിങ്ങനെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുകയാണ്. കുറച്ചു കഴിഞ്ഞൊന്ന് മയങ്ങിയപ്പോൾ അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു കുന്നിന്റെ മുകളില് ഒരു ശിവലിംഗം ഇങ്ങനെ പ്രഭാപൂരിതമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു അശരീരി, നമ്മൾ ഈ ഗഗനവാണി എന്നൊക്കെ പറയില്ലേ, അത് കേൾക്കുന്നുണ്ട്, ഋഷഭാചലം എന്നുകൂടി കേൾക്കുന്നുണ്ട്. പക്ഷെ വളരെ വ്യക്തമായിട്ട് ഈ ശിവലിംഗം അദ്ദേഹം കാണുകയും ഈ ഋഷഭാചലം എന്നുള്ള പേര് അദ്ദേഹം കേൾക്കുകയും ചെയ്തു. ഉറക്കം ഉണർന്നപ്പോഴും അദ്ദേഹത്തിന് ഇതെല്ലാം വ്യക്തമായിട്ട് ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലത്തെ പ്രഭാത കൃത്യങ്ങളെല്ലാം ചെയ്ത് സന്ധ്യാവന്ദനം എല്ലാം ചെയ്തിട്ട് അദ്ദേഹം ആര്യാമ്പാദേവിയോട് ഈ വിവരമൊക്കെ പറഞ്ഞു. പക്ഷെ ഇവർക്ക് ഈ ഋഷഭാചലം എവിടെയാന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് എന്താ ഈ വഴിപോക്കരായിട്ടുള്ളവരെ ഈ വാണിജ്യത്തിനായിട്ട് പോകുന്നവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ വഴിപോക്കരോടൊക്കെ ചോദിച്ചു. അപ്പോഴാണ് അതിൽ ഒരു കൂട്ടർ പറഞ്ഞത് ഈ പൂർണ്ണ നദി കടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഋഷഭാചലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു ക്ഷേത്രമുണ്ട്, അവിടെ ഒരു ശിവലിംഗമുണ്ട്. ഒരു രാജാവിന് സ്വപ്നത്തിൽ സന്ദേശം ലഭിച്ചതനുസരിച്ച് നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് എന്ന്. ഈ ക്ഷേത്രമാണ് തൃശ്ശിവപേരൂര്. അപ്പൊ ഇത് മനസ്സിലാക്കിയപ്പോൾ ഇവരെന്ത് ചെയ്തു, ഒരു ദിവസം ഈ ശിവഗുരുവും ആര്യാമ്പാദേവിയും കൂടെ ഭജനത്തിനായിട്ട് അവിടെ പോയി ഭജന ഇരിക്കണം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഈ തൃശ്ശിവപേരൂരിലേക്ക്, ശരിക്കും തൃശ്ശൂരിന്റെ ശരിക്കും പേര് തൃശ്ശിവപേരൂർ എന്നാണ്. എന്ന് പറഞ്ഞാൽ അറിയാലോ, തിരു ഭഗവാനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ആതിര നക്ഷത്രമാണ്. പക്ഷെ മഹാദേവനുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് ഒരു ബഹുമാനം കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ തിരുവാതിര എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ തൃശ്ശിവപേരൂർ എന്നാണ് ശിവന്റെ ഊര് ആണ് അത്. അപ്പൊ അങ്ങോട്ടേക്ക് ഇവർ യാത്രയാകുകയാണ്. എന്നിട്ട് അവർ കഠിനമായിട്ടുള്ള തപസ് ഭജനം തുടങ്ങുകയാണ്. ചില ദിവസങ്ങളിൽ ജലത്തിൽ കണ്ഠം വരെ ജലത്തിൽ ഇറങ്ങി നിന്ന് പഞ്ചാക്ഷരമൊക്കെ ചൊല്ലി കായും ഈ കിഴങ്ങുകളും ഒക്കെ മാത്രം ഭക്ഷിച്ച് മുഴുവൻ സമയവും ഭഗവത് ഭജനായിട്ട് കഴിഞ്ഞുകൂടുവാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ദിവസം മഹാദേവൻ ശിവഗുരുവിന് സ്വപ്നത്തിൽ ഒരു ബ്രാഹ്മണന്റെ രൂപത്തിൽ വന്ന് ദർശനം കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, എന്തിനാണ് ഇത്ര കഠിന തപസ്സൊക്കെ ചെയ്യുന്നത്, അങ്ങേക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്കൊരു സത്പുത്രനെ വേണം എന്ന് പറഞ്ഞു. അപ്പൊ മഹാദേവൻ ചോദിച്ചു, വളരെയധികം അല്പായുസായിട്ടുള്ള എന്നാൽ സർവജ്ഞനായിട്ടുള്ള ഒരു പുത്രനെ വേണോ, അല്ലെങ്കിൽ വളരെയധികം ആയുസ്സുള്ള എന്നാൽ മന്ദബുദ്ധിയായിട്ടുള്ള ഒരു കുട്ടിയെ വേണോ എന്ന്. സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞു, കാരണം അദ്ദേഹം ഒരു പണ്ഡിതനാണ്, മഹാത്മാവാണ് അല്ലെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്പായുസാണെങ്കിലും സർവജ്ഞനായിട്ടുള്ള ഒരു കുട്ടിയെ തന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അങ്ങനെ തന്നെ ആവട്ടെ, നിങ്ങൾ രണ്ടുപേരും ഈ ഒരു ഭജനമൊക്കെ നിർത്തി സന്തോഷത്തോടുകൂടി ഗ്രഹത്തിലേക്ക് മടങ്ങിക്കൊള്ളുക, അധികം താമസിയാതെ തന്നെ നിങ്ങൾക്കൊരു പുത്രൻ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ചു. അപ്പം ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഭഗവാന്റെ തന്നെ നിർദ്ദേശമാണെന്ന് മനസ്സിലായി. അങ്ങനെ അവര് തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. അധികം താമസിയാതെ തന്നെ അന്ന് രാത്രി ആര്യാമ്പാദേവിക്ക് തൻ്റെ ശരീരത്തിലേക്ക് ഒരു പ്രകാശം പ്രവേശിക്കുന്നതായിട്ട് തോന്നി. അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ
അവതാരങ്ങളുടെ ഒരു ജനനം നോക്കിയാൽ പൊതുവെ അത് സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ അല്ല ഉണ്ടായിരിക്കുന്നത്. അത് പ്രവേശമായിരിക്കും. അത് നമ്മൾ പല ചരിതങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ഭഗവാൻ സത്യസായി ബാബയുടെ ജന്മത്തിനെ പറ്റി നോക്കിയാൽ അതിലും പറഞ്ഞിട്ടുണ്ട് ആ അമ്മയുടെ ശരീരത്തിലേക്ക് ഒരു പ്രകാശം പ്രവേശിച്ചു എന്ന്. അപ്പൊ പൊതുവെ അതുപോലെ ശ്രീരാമന്റെ നോക്കിയാൽ അത് പായസത്തിൽ നിന്നാണ് അല്ലെ. ദ്രൗപദി ആണെങ്കിൽ യാജ്ഞസേനിയാണ്, യജ്ഞത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ ആയിരിക്കില്ല. അതുകൊണ്ട് പൊതുവെ പറയും പ്രസവമല്ല പ്രവേശമാണ് എന്ന് പറയും. അപ്പൊ അങ്ങനെ ആര്യാമ്പ ദേവിക്ക് അന്ന് തന്നെ അത് തോന്നി. പിന്നീടാണ് കുട്ടി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ആദിശങ്കരന്റെ, ആ കുട്ടിയാണല്ലോ ആദിശങ്കരൻ, ജനനത്തിന് കാരണമായ അനുഗ്രഹം നൽകിയ അല്ലെങ്കിൽ അവര് ഭജനമിരുന്ന ക്ഷേത്രമാണ് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം. അപ്പൊ അതുകൊണ്ട് ആദിശങ്കരനുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം പോയത് അങ്ങോട്ടേക്കായിരുന്നു. ചേച്ചി രണ്ടാമത് എവിടേക്കായിട്ടാണ് പോയത്? ഈ രണ്ടാമതെന്ന് പറയുമ്പോ ഈ ഏത് വശത്ത് നിന്ന് വരുന്നു എന്നനുസരിച്ച് നമുക്ക് സൗകര്യപൂർവ്വം പോകാം. ഇപ്പൊ തൃശ്ശൂർ സൈഡിൽ നിന്ന് വരുന്നവർക്ക് ആദ്യം തൃശ്ശൂർ, അങ്ങനെ ഇതില് നമ്മൾ പല സ്ഥലങ്ങൾ പോകുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ സൗകര്യത്തിനനുസരിച്ച് വരാം. തിരിച്ച് കോട്ടയം സൈഡിൽ നിന്ന് വരുന്നവർക്ക് പിറവമൊക്കെ ആദ്യം പോയിട്ട് പോകാം. കാരണം ആര്യാമ്പാദേവിയുടെ ജന്മസ്ഥലമാണ് പിറവം. അപ്പൊ ഇതിൽ ഞാൻ പല സ്ഥലങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതേ ക്രമത്തിൽ തന്നെ എല്ലാവരും പോകണമെന്നില്ല. പക്ഷെ എല്ലായിടത്തും പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾ രണ്ടാമത് വന്നത് ആദിശങ്കരാചാര്യ ജന്മസ്ഥാനത്തേക്കാണ്, ശൃംഗേരി മഠത്തിലേക്ക്. അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞല്ലോ. പക്ഷെ അതിലെല്ലാം പറഞ്ഞില്ല. അതിൽ ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ നേരത്തെ ചോദിച്ച ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രം. അപ്പൊ അതിന്റെ ഒരു ചരിതം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് ആദിശങ്കരാചാര്യയുടെ ചരിതം മുഴുവൻ പറയാൻ സമയമില്ല. എങ്കിൽ പോലും അമ്മയുടെ സൗകര്യത്തിനായിട്ട് ആദിശങ്കരാചാര്യ ഈ പൂർണ്ണ നദിയെ വഴിമാറ്റി ഒഴുക്കിയായിരുന്നു. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവിടെ ഒരു വിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പൊ അത് വെള്ളത്തില് മുങ്ങാനൊക്കെ തുടങ്ങി. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ നദിയിലൂടെ ഒഴുകി വരുന്ന മൃഗങ്ങളും എല്ലാം ഈ ക്ഷേത്രത്തിൽ വരികയൊക്കെ ആയി. അപ്പൊ എന്താന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഉയരമുള്ള ഒരു സ്ഥലത്ത് ഈ വിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഈ വിഷ്ണു ക്ഷേത്രം എന്ന് പറയുന്നത് ആദിശങ്കരാചാര്യരുടെ കുടുംബ പരദേവതാ ക്ഷേത്രമാണ്. പരദേവത എന്നും പറയാം. അപ്പൊ അവരുടെ ഒരു കുലദൈവം എന്നുള്ള രീതിയിലാണ്. അപ്പൊ എല്ലാ ദിവസവും ആര്യാമ്പാദേവി അവിടെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ചുകൂടി ഉയരമുള്ള ഒരു സ്ഥലത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പൊ അതിന്റെ പ്രതിഷ്ഠ നടത്തിയത് ആദിശങ്കരാചാര്യ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം അത് പ്രതിഷ്ഠിച്ചിട്ട് ആദിശങ്കരാചാര്യർ അപ്പോൾ തന്നെ ഒരു സ്തോത്രം ചൊല്ലി സ്തുതിച്ചു. അതാണ് ശരിക്കു പറഞ്ഞാല് ഈ വിഷ്ണു ഭുജംഗ പ്രയാതം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ യാത്രയിൽ ചെയ്യുന്ന എന്താന്ന് വെച്ചാല് ഈ ആദിശങ്കരാചാര്യം അദ്ദേഹത്തിന്റെ ജീവചരിത്രവുമായിട്ട് എല്ലാവരും ബന്ധപ്പെടണം. അതോടൊപ്പം തന്നെ ആദിശങ്കരാചാര്യരുടെ കൃതികളുമായിട്ട്, സ്തോത്രങ്ങളുമായിട്ട് പരിചയപ്പെടണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ ഓരോ സ്ഥലം കാണാൻ പോകുമ്പോഴും അവിടെ ഇരുന്ന് ഈ കഥ പറയുകയും ആദിശങ്കരാചാര്യരുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവിടുത്തെ പ്രതിഷ്ഠാമൂർത്തി ഏതാണോ ആ മൂർത്തിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ശ്ലോകം കൂടി നമ്മൾ ചൊല്ലും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇപ്പൊ നേരത്തെ ശാരദാ മഠത്തിൽ പോയി എന്ന് പറഞ്ഞല്ലോ, അവിടെ ശാരദാദേവിയുടെ പ്രതിഷ്ഠയുണ്ട്. അവിടെ നമ്മൾ ആദിശങ്കരാചാര്യർ രചിച്ച ശാരദാ ഭുജംഗ പ്രയാതമുണ്ട്. അപ്പൊ എല്ലാരും കൂടെ അതിരുന്ന് ചൊല്ലി. നേരത്തെ ഈ ബുക്ക്ലെറ്റ് ഒക്കെ കൊടുക്കും, വേണമെങ്കിൽ ഒന്ന് പഠിച്ചിട്ട് വരാൻ പറയും. അപ്പൊ എല്ലാരും കൂടെ ഒന്നിച്ചിരുന്ന് ആ ഭൂമിയിൽ ഇരുന്ന് ചൊല്ലും. അതുണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുപോലെ ആദിശങ്കരാചാര്യരുടെ മുന്നില് അദ്ദേഹത്തെ നമസ്കരിച്ചുകൊണ്ട് ഉള്ള സ്തോത്രങ്ങൾ ചൊല്ലും. ഇവിടെ വന്നപ്പോൾ നമ്മള് ചൊല്ലിയത് ഈ വിഷ്ണു ഭുജംഗ പ്രയാതം ഉണ്ടെങ്കിലും നമ്മൾ ചൊല്ലിയത് അച്യുതാഷ്ടകമാണ്. അച്യുതൻ കേശവൻ രാമനാരായണം എന്നുള്ള ആ ഒരിത്. അപ്പൊ ഈ കഥകളെല്ലാം പറഞ്ഞിട്ട് ക്ഷേത്രത്തിൽ നമ്മളെല്ലാവരും വളരെ വിശദമായിട്ട് തൊഴുത് കുറച്ചു നേരം അവിടെ ഇരുന്ന് അതിനുശേഷം ഈ ഒരു കീർത്തനങ്ങളും എല്ലാം അച്യുതാഷ്ടകം എല്ലാം ചൊല്ലിയിട്ടാണ് നമ്മൾ പിന്നെ അടുത്ത സ്ഥലത്തിലേക്ക് പോയത്. പിന്നീട് നമ്മൾ പോയത് മുതലക്കടവിലേക്കാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ആദിശങ്കരാചാര്യരുമായിട്ട് ബന്ധപ്പെട്ട 3 കടവുകളാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പൊ അതില് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ പറയുന്ന ആദിശങ്കരാചാര്യ ഈ മുതല പിടിച്ച സ്ഥലമാണ് ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ട് പറയുന്നത്. രണ്ടാമതായിട്ടുള്ളതാണ് ആ പൂർണ്ണാനദി വഴിമാറി ഒഴുകി എന്ന് പറയുന്ന കടവില്ലേ, അത്. മൂന്നാമതായിട്ടാണ് ശങ്കരാചാര്യ അമ്മയ്ക്ക് ഉദകക്രിയ ചെയ്ത കടവ്. ഇത് 3 കടവുകളും വളരെ പ്രത്യേകതയുള്ളതാണ്. എന്നാലും നമ്മൾ കൂടുതലായിട്ട് പറയുന്ന ഈ മുതലക്കടവിനെ പറ്റിയാണ്. അപ്പൊ അതിന്റെ ഒരു ചരിത്രം എങ്ങനെയാന്ന് വെച്ചാല്, നമ്മൾ നേരത്തെ ആ വിഷ്ണു ക്ഷേത്രത്തില് ഭഗവാന്റെ പ്രതിഷ്ഠ
ആദിശങ്കരാചാര്യർ നടത്തി എന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം തിരിച്ചു വന്ന് ഈ ജലത്തിലിറങ്ങി എല്ലാവരും സ്നാനമൊക്കെ ചെയ്തപ്പോൾ ഈ കുട്ടി ശങ്കരൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു, സൂര്യഭഗവാനെയൊക്കെ നോക്കി പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പൊ അമ്മ കുറച്ച് മാറി നിൽക്കുന്നുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനാണ് വിഷ്ണു. ഇവരെല്ലാം അവിടെ അടുത്തൊക്കെ നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് പെട്ടെന്ന് ജലത്തിലൂടെ ഈ മുതല വരുന്നത് കാണുന്നത്. അപ്പോഴേക്കും കൂടെ നിന്നവരൊക്കെ പറയുന്നുണ്ട് മുതല വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ക്ഷണനേരം കൊണ്ട് ഈ മുതല ശങ്കരന്റെ കാലിലേക്ക് പിടിക്കുകയാണ് ചെയ്യുന്നത്. ഉടനെ അവിടെ നിന്ന് വരുന്നവർ വടിയും അതും ഇതും ഒക്കെ കൊണ്ട് ഇതിനെ അടിച്ചോടിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു ഫലവും കണ്ടില്ല. അപ്പോഴാണ് ശങ്കരൻ ഉറക്കെ അമ്മയോട് വിളിച്ചു പറയുന്നത്, അമ്മ ഇപ്പോഴെങ്കിലും എനിക്കൊന്ന് സന്യാസം തരൂ, ഞാൻ അങ്ങനെ ഒരു ആപത് സന്യാസമെങ്കിലും സ്വീകരിക്കട്ടെ എന്ന് പറയുന്നത്. അപ്പൊ പെട്ടെന്ന് അമ്മയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ പോയി. അപ്പൊ അമ്മ പറഞ്ഞു, സന്യാസം സ്വീകരിച്ചിട്ടെങ്കിൽ എൻ്റെ കുട്ടിക്ക് ദീർഘായുസ് ഉണ്ടാകുമെങ്കിൽ എൻ്റെ വൃഷഭാചലേശ്വര, തൃശ്ശിവപേരൂരിലെ മഹാദേവനല്ലേ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് ഉറക്കെ പറഞ്ഞു. അത് പറയുകയും ഈ മുതല പിടിവിടുകയാണ് ചെയ്തത്. അപ്പൊ അതാണ് ഈ മുതലക്കടവിന്റെ ആ ഒരു സംഭവം നടന്നതിന്റെ സ്മരണയ്ക്കായിട്ടാണ് നമ്മൾ ഇന്നും ആ മുതലക്കടവിൽ പോകുന്നതും ഈ ഒരു സംഭവം എല്ലാം ഓർക്കുന്നത്. പിന്നീട് നമ്മൾ സന്ദർശിച്ച സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മുതലക്കടവാണ്. ശ്രീ ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട ഏകദേശം ആ ഭാഗത്തുള്ള, അതായത് കാലടി കൃഷ്ണന്റെ അമ്പലം, മുതലക്കടവ്, ആ ഭാഗത്തുള്ള അമ്പലങ്ങളൊക്കെ പോയ കാര്യം ചേച്ചി പറഞ്ഞല്ലോ. പിന്നീട് എങ്ങോട്ടേക്കാണ് പോയത്? പിന്നെ ഉള്ളത് ഈ ശ്രീ മാണിക്യമംഗലം കാത്യായനി ക്ഷേത്രം എന്ന് പറയും. ഇതെല്ലാം ഒത്തിരി ദൂരമൊന്നുമില്ല കേട്ടോ, എല്ലാം ഒരു ചുറ്റളവിൽ തന്നെയാണ്. കാരണം അവര് ജീവിച്ചിരുന്നപ്പോൾ പോയി തൊഴുതുകൊണ്ടിരുന്ന ക്ഷേത്രങ്ങളല്ലേ. അപ്പൊ ഈ കാത്യായനി ക്ഷേത്രത്തിന്റെ പ്രത്യേകത, ആദിശങ്കരാചാര്യരുടെ പിതാവായിട്ടുള്ള ശിവഗുരു എല്ലാ ദിവസവും ദർശനം നടത്തിയിരുന്ന ക്ഷേത്രമാണ് കാത്യായനി ക്ഷേത്രം. അപ്പൊ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, ഈ കുട്ടി ചെറുതായിരുന്നപ്പോൾ, ശിവഗുരു അധികകാലം ഒന്നും ജീവിച്ചിരുന്നില്ല, ശങ്കരാചാര്യരുടെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ അദ്ദേഹത്തെ വിട്ടു പിരിയാണ് ഇപ്പോൾ ചെയ്തത്. പക്ഷെ ആ ഉള്ള കാലത്ത് എന്നും ഈ കാത്യായനി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ദർശനം നടത്തുകയും ചെയ്യുമായിരുന്നു. 2 ചരിതങ്ങൾ പറയുന്നുണ്ട്. ഒരു ചരിതത്തിൽ പറയുന്നത്, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത് പോലെ, ഒരു ദിവസം ശിവഗുരുവിന് അവിടെ പൂജ ചെയ്യാൻ സാധിക്കാതെ വരികയും അന്ന് ശങ്കരനെ അത് ഏൽപ്പിക്കുകയും പക്ഷെ ദേവിക്ക് പാലൊക്കെ നിവേദിച്ചപ്പോൾ ശങ്കരന്റെ വിചാരം ദേവി നേരിട്ട് വന്ന് കുടിക്കുന്നതാണ്. എത്ര ചെയ്തിട്ട് ഇത് കുടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ, എൻ്റെ പൂജയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ, എന്നോട് പിണക്കായിട്ടാണോ, എന്തുകൊണ്ടാണ് ഇത് വന്ന് കുടിക്കാത്തത് എന്നെല്ലാം ചോദിക്കുകയും അവിടെ കിടന്ന് കരയാൻ തുടങ്ങിയപ്പോൾ ദേവി ആ പാലെടുത്ത് കുടിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ വീണ്ടും കരയാൻ തുടങ്ങി. കാരണം എന്താന്ന് വെച്ചാല്, അച്ഛൻ എല്ലാ ദിവസവും നിവേദിച്ചു കഴിഞ്ഞാല് ബാക്കി പാല് വീട്ടിൽ കൊണ്ടുവരും. അപ്പൊ ഈ പാത്രത്തിനകത്തൊന്നും ഇല്ല. അപ്പൊ വീണ്ടും കരയാൻ തുടങ്ങിയപ്പോ ദേവി തന്റെ സ്ഥാനത്തിലെ ആ പാല് ഈ കുഞ്ഞിന് കൊടുത്തു എന്നാണ് പറയുന്നത്. അതോടുകൂടി ഈ കുട്ടി ഒരു സർവജ്ഞനായിട്ട് മാറിയെന്ന് ഒരു ചരിതം പറയുന്നുണ്ട്. മറ്റൊരു ചരിതത്തില് കുട്ടി ജനിച്ചപ്പോൾ തന്നെ ദേവിമാരെല്ലാവരും ആ സ്ഥാനത്തിലെ പാല് കൊടുത്തിരുന്നു എന്നും, ഇവിടെ ഈ മാണിക്യമംഗലം കാത്യായനി ക്ഷേത്രത്തിലെ ദേവിയുടെ ദർശനം ഈ കുട്ടിക്കാലത്ത് കുഞ്ഞിന് ലഭിച്ചു എന്നുമാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സൗന്ദര്യലഹരിയിൽ അദ്ദേഹം ഈ ഒരു കാത്യായനി ദേവിയെ സ്മരിച്ചുകൊണ്ട് ചില വരികൾ എഴുതിയിട്ടുണ്ടെന്നും ആചാര്യന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദിശങ്കരാചാര്യരുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പാദസ്പർശം സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഈ ശ്രീ മാണിക്യമംഗലം കാത്യായനി ക്ഷേത്രം. ശ്രീ ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട നിരവധി ക്ഷേത്രങ്ങളുടെ കാര്യം ചേച്ചി പറഞ്ഞു. ഇനി ദർശിക്കാൻ ഉള്ള അവിടെയുള്ള ക്ഷേത്രം ഏതാണ്? അടുത്താണ് തിരുവെള്ളമാൻതുള്ളി ക്ഷേത്രം. ഈ പേര് കേട്ടാൽ തന്നെ അറിയാം. ഇതെന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ആര്യാമ്പാദേവി വടക്കുന്നാഥ ഭക്തയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മഹാദേവനെ പോയി കാണണം, ദർശനം നടത്തണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ഒരു പ്രായമായി കഴിഞ്ഞപ്പോൾ അവിടേക്ക് വല്ലപ്പോഴും ആണെങ്കിലും പോവാന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ മഹാദേവ ദർശനം നടത്തണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ശിവഗുരു ശരീരം ത്യജിച്ചതിന് ശേഷം വളരെ വ്രതനിഷ്ഠയോടുകൂടി തന്നെയാണ് ആര്യാമ്പാദേവി ജീവിച്ചത്. അപ്പം എന്ന് നദിയിൽ പോയി സ്നാനം ചെയ്യും, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തൊഴും. അപ്പോഴും മഹാദേവനെ ഒന്ന് ദർശിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പെട്ടെന്ന് കുറച്ച് ദൂരെയായിട്ട് ഒരു വെള്ളമാൻ നിൽക്കുന്നതായിട്ട് തോന്നിയത്. അപ്പൊ അവിടെ അടുത്തേക്ക് ചെന്നപ്പോൾ പെട്ടെന്ന് ഈ മാൻ മറിയുകയും അവിടെ ഒരു ശിവലിംഗം പ്രത്യക്ഷമാകുകയും ചെയ്തു എന്നാണ് പറയുന്നത്. മറ്റൊരിടത്ത് പറയുന്നത്, എവിടെ നിന്നാണോ മാൻ മറയുന്നത് അവിടെ എൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു എന്നാണ്. എന്താണെങ്കിലും അവിടെ ഒരു ശിവലിംഗം സ്വയംഭൂവായിട്ട് പ്രത്യക്ഷപ്പെട്ടു.
പിന്നീട് അതൊരു ക്ഷേത്രമായിട്ട് പരിണമിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ അരിയമ്പാദേവിക്ക് ആ വടക്കനാഥനെ പോയി തൊഴാൻ സാധിക്കാത്തത് കൊണ്ട് ഭഗവാൻ തന്നെ ഇങ്ങോട്ട് വന്ന് ദർശനം കൊടുക്കുകയായിരുന്നു ആ തിരുവെള്ളമാൻതുള്ളി ആ ഒരു ഭൂമിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വെള്ളമാൻ തുള്ളി വന്നിട്ട് അപ്രത്യക്ഷമായതുകൊണ്ട് ഈ ക്ഷേത്രത്തിന് ഇന്നും തിരുവെള്ളമാൻതുള്ളി ക്ഷേത്രം എന്നാണ് പേര് തന്നെ. അവിടെ ഞങ്ങൾ ചൊല്ലിയ സ്തോത്രം ഏതാണെന്ന് വെച്ചാല് ശ്രീ ശിവ പഞ്ചാക്ഷര സ്തോത്രം ഇല്ലേ, നാഗേന്ദ്രഹാരായ ത്രിലോചനായ, അത് എല്ലാരും കൂടെ ഇരുന്ന് ഞങ്ങൾ അവിടെ ഇരുന്ന് ചൊല്ലുകയായിരുന്നു ചെയ്തത്. ഇതൊക്കെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളാണ്, വലിയ തിരക്കൊന്നുമില്ല അവിടെ പോയി കഴിഞ്ഞാൽ. ഇവിടെയൊക്കെ പോയ കഥ പറഞ്ഞതുപോലെ ചേച്ചി കാലടി സ്തൂപത്തിൽ പോയിട്ടുണ്ടോ? അത് അവിടെ ഞങ്ങൾ പോയായിരുന്നു. അത് നമ്മള് കാലടിന്ന് നേരെ ചാലക്കുടിക്ക് പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം 9 നിലയുണ്ട്. അപ്പൊ അത്രയും വലിപ്പമുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും. നമ്മൾ ഈ പറഞ്ഞ ആദിശങ്കര ജന്മഭൂമി സമുച്ചയം എന്ന് പറയുന്നത് ശൃംഗേരി മഠത്തിന്റെയാണ്. ഇത് വന്ന് കാഞ്ചി കാമകോടി പീഠത്തിന്റെയാണ് ഈ ഒരു സ്തൂപം ഉള്ളത്. 9 നിലയിലുള്ളതാണ്. അപ്പം ഈ കാഞ്ചി കാമകോടി പീഠത്തിന്റെ 69ാമത്തെ മഠാധിപതിയായിരുന്നു ശ്രീ ജയേന്ദ്ര സരസ്വതി സ്വാമികൾ. അപ്പൊ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് നിർമ്മിച്ചത്. 1978 നിർമ്മിച്ചത്. 9 നിലയുണ്ട്. അപ്പൊ അതിന്റെ താഴെയായിട്ട് ആദിശങ്കരാചാര്യരുടെ ഒരു വിഗ്രഹമുണ്ട്, ഒരു ക്ഷേത്രം പോലെ. അവിടെ പാദവും ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും അവിടെ ഇരുന്ന് ധാരാളം ഹരഹര ശങ്കര ജയ ജയശങ്കര ഒക്കെ ചൊല്ലി കുറെ നേരം അവിടെ സമയം ചെലവഴിച്ചിട്ടാണ് ഈ 9 നില കയറിയത്. ഈ പോകുന്ന വഴിയിലെല്ലാം ഭിത്തിയിൽ ആദിശങ്കരാചാര്യരുടെ ജീവചരിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ നിലയിലും ഓരോ പ്രതിഷ്ഠയുണ്ട്. അതെല്ലാം തൊഴുതാണ് നമ്മള് ആ മുകൾ വരെ എത്തുന്ന സ്തൂപത്തിന്റെ മുകളിൽ. പിന്നെ ഈ ഒരു സ്തൂപമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് കാഞ്ചി കാമകോടി പീഠത്തിന്റെ. അപ്പൊ അവിടെയും ഞങ്ങള് തൊഴുതായിരുന്നു. ആദിശങ്കരാചാര്യരുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചരിതം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് അദ്ദേഹം കനകധാര സ്തോത്രം രചിച്ചതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഇല്ലത്തിലും ഞങ്ങൾ പോയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ചരിത്രം എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദിശങ്കരാചാര്യർ ഉപനയനം എല്ലാം കഴിഞ്ഞ ശേഷം ഭിക്ഷ എടുക്കാനായിട്ട് ഓരോ ഗൃഹങ്ങളിൽ പോകുമല്ലോ. അപ്പൊ ആ സമയത്ത് ഒരു വൃദ്ധ ബ്രാഹ്മണ ദമ്പതികളുടെ വീട്ടിൽ പോയി. അപ്പൊ അവര് ഈ കപോതവൃത്തി അനുസരിച്ച് ജീവിതം കഴിക്കുന്നവരായിരുന്നു. എവിടെയും പോയി യാചിക്കാതെ എന്തെങ്കിലും മിച്ചം വരുന്ന ഈ പക്ഷിമൃഗാദികൾ കൊണ്ടിടുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടു കൊടുത്താലോ അങ്ങനെയൊക്കെയുള്ളത് മാത്രം കഴിച്ച് ജീവിക്കുന്നവരായിരുന്നു. ഒന്നും കിട്ടിയില്ലെങ്കിൽ അതിനനുസരിച്ചിരിക്കാനും ആ ബ്രാഹ്മണ സ്ത്രീയൊക്കെ പഠിച്ചിരുന്നു. നമ്മൾ കുചേലഭഗ്നി എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ദിവസമാണ് ഈ ഭൗതി ഭിക്ഷാന്തേഹി അംബാഭിക്ഷാന്തേഹി എന്ന് പറഞ്ഞിട്ട് ശ്രീശങ്കരൻ ആ വീട്ടിലെത്തുന്നത്. അപ്പൊ പെട്ടെന്ന് ഈ അമ്മയ്ക്ക് എന്താണ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല. വീട്ടിലൊന്നുമില്ല. ഓടി നടന്ന എല്ലായിടവും പരതിയപ്പോഴാണ് ഉപ്പിലിട്ട ഒരു നെല്ലിക്ക കണ്ടത്. അപ്പൊ ആകെ എന്നാലും സങ്കടമായി. ഈ കുട്ടിക്ക് ആകെ ഇത് മാത്രമല്ലേ കൊടുക്കാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിറഞ്ഞ കണ്ണുകളോടുകൂടി ഈ കുട്ടിക്ക് ഈ ഉപ്പിലിട്ട നെല്ലിക്ക കൊടുക്കുകയാണ്. പെട്ടെന്ന് ഇത് കണ്ടപ്പോ ആ ശങ്കരന്റെ കണ്ണിലും കണ്ണുനീര് ധാരധാരയായിട്ട് വന്നു എന്ന് പറയാണ്. പക്ഷെ ആ ഒരു ശോകം ഒരു ശ്ലോകമായിട്ട് മാറി എന്ന് പറയാണ്. നമുക്കറിയാം ആദിശങ്കരാചാര്യരുടെ ചരിതം നോക്കിയാല് ഈ നിമിഷ കവി എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹം ആ സമയത്ത് അദ്ദേഹം മനസ്സിൽ സങ്കല്പിച്ച് ചൊല്ലുകയാണ്. നമ്മളെ പോലെ നേരത്തെ പത്രാശ എഴുതി വെട്ടി തിരുത്തിയല്ല. അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഗംഗാനദി പ്രവാഹം പോലെയാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ വരികൾ വരുന്നത്. അപ്പൊ ആ ഐശ്വര്യത്തിന്റെ ദേവതയായ സമ്പത്തിന്റെ ദേവതയായിട്ടുള്ള ലക്ഷ്മി ദേവിയെ സ്തുതിച്ചുകൊണ്ട് ഈ 18 ശ്ലോകങ്ങൾ അടങ്ങിയ കനകധാരാ സ്തോത്രം ഗംഗാനദി പോലെ അദ്ദേഹത്തിൽ നിന്നും പ്രവഹിക്കുകയാണ്. അപ്പൊ ഈ അമ്മയും അത് കേട്ട് കണ്ണുനീരോടുകൂടി അവിടെ നിശ്ചലയായിട്ട് നിന്നു എന്ന് പറയണം. അന്തരീക്ഷം പോലും നിശ്ചലമായിട്ട് പോയി. അതിനുശേഷം കുട്ടി ശങ്കരൻ അവിടെ നിന്ന് പോയി. പക്ഷെ പിന്നീട് ആ ഒരു ഗൃഹത്തിലെ ആളുകള് മഹാലക്ഷ്മി ആദിശങ്കരൻ പോയെങ്കിലും ലക്ഷ്മി ദേവി എന്താണേലും പോയില്ല. ലക്ഷ്മി ദേവി അവിടെ കുടികൊണ്ടു എന്നാണ് പറയുക. പിന്നീട് എന്താ പറയുക, എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ എത്രയോ സ്വർണ്ണ നെല്ലിക്കയ്ക്ക് സമാനം സമ്പത്ത് അവിടെ കുമിഞ്ഞു കൂടി എന്നാണ് പറയുക. ചില കഥകളിൽ സ്വർണ്ണ നെല്ലിക്ക മഴ പെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും നാട്ടുകാർക്ക് പോലും അത്ഭുതം ഉണ്ടാകുന്ന രീതിയിൽ വളരെ വലിയ സമ്പത്തിന് ഉടമകളായി എന്നാണ് പറയുക. പക്ഷേ അന്നും എന്നും അവർക്ക് ഇതെല്ലാം ഈശ്വര കാരുണ്യം കൊണ്ട് ലഭ്യമായതാണെന്നും ഏറ്റവും പ്രധാനം ഭഗവാനുള്ള ഭക്തിയാണെന്നും അവർക്ക് ഒരു തിരിച്ചറിവുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാ കാലവും അവര് ആ ഒരു ഭാവത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ നമുക്കിന്ന് അങ്ങോട്ട് അകത്ത് പോയി കാണാനൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം അവർ കുടുംബമായിട്ട് താമസിക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് പോയപ്പോൾ
പരിചയക്കാരുണ്ടായിരുന്നത് കൊണ്ട് ഇല്ലത്തിന്റെ മുന്നിൽ തുറന്നൊരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് ഞങ്ങൾ കനകധാര സ്തോത്രം എല്ലാവരുമായിട്ട് ചൊല്ലുകയൊക്കെ ചെയ്തു. പക്ഷെ പൊതുവെ അങ്ങോട്ടേക്ക് ആർക്കും അങ്ങനെ പ്രവേശനം ഇല്ല. കാരണം അത് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, അവരെല്ലാവരും കുടുംബമായിട്ട് അവിടെ താമസിക്കുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പുന്നോർക്കാട്ടുമനയെന്നോ അങ്ങനെ എന്തോ ആയിരുന്നു ഈ ഇല്ലത്തിന്റെ പേര്. പക്ഷെ പിന്നീട് ഈ കനകധാര സ്തോത്രം ചൊല്ലി മഴ പെയ്ച്ചത് കൊണ്ട് പിന്നെ സ്വർണ്ണത്തുമന എന്ന് പറയുന്ന പേര് ഇതിന് കിട്ടിയെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോ അവിടെ തന്നെ കുറച്ചു മാറി ഒരു കനകധാര ക്ഷേത്രം വന്നിട്ടുണ്ട്. ലക്ഷ്മി ദേവിയുടെ തന്നെ ക്ഷേത്രമാണ്. ഈ ഇല്ലത്തുകാരല്ല, പക്ഷെ വേറെ കുറെ ആളുകൾ ചേർന്നിട്ട് ഒരു ക്ഷേത്രം അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ അവിടെയും പോയി. അപ്പൊ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ പറഞ്ഞല്ലോ ശങ്കരാചാര്യരുണ്ട്, നടുവിൽമഠം അച്യുത ഭാരതി സ്വാമികൾ. അപ്പൊ അദ്ദേഹം ആ ക്ഷേത്രത്തിൽ അകത്ത് കയറി ദേവിക്ക് അഭിഷേകം ചെയ്യുകയും അതോടൊപ്പം പിന്നെ വസ്ത്രാലങ്കാരം എല്ലാം അവിടുത്തെ പൂജകൻ ചെയ്തു കഴിഞ്ഞ് ഇദ്ദേഹം അവിടെ ആരതി എടുക്കും, ദീപാരാധനയൊക്കെ ചെയ്യുകയും ചെയ്തു. അപ്പൊ ഞങ്ങൾ എല്ലാവരും അത് അവിടെ ഇരുന്ന് അതിലൊക്കെ പങ്കുകൊണ്ടു. അപ്പൊ അവിടെ ഇരുന്ന് ഞങ്ങൾ ഈ കനകധാര സ്തോത്രം എല്ലാം ചൊല്ലിയിട്ടാണ് പോയത്. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയത്, അതിനു മുമ്പ് ഞങ്ങൾ ആദ്യം ആ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എവിടെയും പോകാനില്ല, കാരണം ഉച്ചയ്ക്ക് ക്ഷേത്രം ഒന്നും തുറക്കില്ല. ഞങ്ങളെല്ലാം കുറച്ചൊന്ന് വിശ്രമിച്ച ശേഷം ഈ അച്യുത ഭാരതി സ്വാമികളുടെ ഒരു സത്സംഗം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം. അപ്പൊ ഞങ്ങളെല്ലാവരും ശാന്തമായിട്ട്, അവിടെ ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പന്തലൊക്കെ ഉണ്ട്, അപ്പൊ വെയിലൊന്നുമില്ല. അപ്പൊ സുഖമായിട്ട് എല്ലാവരും ഇരുന്ന് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേട്ട് പിന്നെ എല്ലാവരും അദ്ദേഹത്തിന് ഭിക്ഷ കൊടുത്ത് നമസ്കരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അതുകൊണ്ട് അതിന് സമയം കിട്ടി അദ്ദേഹത്തിനോടൊന്ന് സംസാരിക്കേണ്ടവർക്കും ഒക്കെ. അപ്പൊ പിന്നീട് ഞങ്ങൾ പോയത് ഈ കനകധാര ക്ഷേത്രത്തിലേക്കായിരുന്നു. അപ്പൊ അവിടെയും ഞങ്ങൾ വളരെ നല്ല രീതിയിൽ തൊഴുതു. പിന്നെയുള്ളത് എന്ന് പറയുന്നത് പിറവത്തില് നമുക്കറിയാം ആര്യാമ്പാദേവിയുടെ ഗൃഹം എന്ന് പറയുന്നതാണ്. അത് ഒരു പരിധിവരെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു ഭൂമിയെ തിരിച്ചു പിടിച്ചത് ചിന്മയാനന്ദ സ്വാമിജികളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു പ്രവർത്തനം കൊണ്ട് ഇത് നമുക്ക് തിരിച്ചു കിട്ടുകയും ഇന്നത് ചിന്മയ ഫൗണ്ടേഷന്റെ സിഫിന്റെ കീഴിലാണ്. ചിന്മയ ഫൗണ്ടേഷന്റെ കീഴിൽ വളരെ നല്ല രീതിയിൽ അത് പരിപാലിക്കുന്നുണ്ട്. ആ ഇല്ലമൊക്കെ നന്നായിട്ട് പുതുക്കി പണിത് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ചിന്മയ ഫൗണ്ടേഷനിലുള്ള ആളുകൾ തന്നെ നമ്മളെ അവിടെ കൊണ്ടുപോയി ഓരോ സ്ഥലങ്ങൾ, ഓരോ മുറിയും ഈ ഇല്ലത്തിന്റെ 4 കെട്ടോ 8 കെട്ടോ എന്താണ് ഇപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ അതെല്ലാം കൊണ്ടുപോയി കാണിച്ചു തരും. അവിടെ ഇല്ലത്തിലൊരു നടുത്തളമൊക്കെ ഉണ്ട്. ഒരു മുറിയിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അവിടെയാണ് ആര്യാമ്പാദേവി താമസിച്ചിരുന്നതെന്നും കുഞ്ഞിനെ പ്രസവിച്ചതെന്നും ഒക്കെ പറയുന്നുണ്ട്. നമുക്കറിയില്ല. എങ്കിലും ആദിശങ്കരനുമായിട്ട് ബന്ധപ്പെട്ട, അമ്മയുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത്. അവിടെ ഇന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു ലൈബ്രറി ഉണ്ട്, ക്ഷേത്രമുണ്ട്. അതുപോലെ നമ്മൾ അവിടെ താമസിക്കാൻ പോവുകയാണെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഭക്ഷണത്തിന് വേണമെങ്കിൽ നമ്മളിപ്പോൾ ഗ്രൂപ്പായിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു നേരത്തെ ഭക്ഷണം അവിടെയായിരുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞാൽ വളരെ വലിയ ക്യാൻറ്റീനൊക്കെ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കതെല്ലാം അറേഞ്ച് ചെയ്ത് തരും. പിന്നെ ചിന്മയ യൂണിവേഴ്സിറ്റിയും ഇന്ന് സ്ഥലം മാറ്റിയെങ്കിലും അവിടെയും ധാരാളം കോഴ്സുകൾ ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ലൈബ്രറി ഉണ്ട്, വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം. അപ്പൊ പിറവവും ഇതിൽ നമ്മൾ പെടുത്തേണ്ടതാണ് ശരിക്കും നമ്മളുടെ ഈ സന്ദർശനത്തിൽ. പിന്നെ ചിലര് പറയുന്നുണ്ട്, എനിക്കത് ശരിയാണോ എന്ന് അറിയില്ല, പിറവിയെടുത്ത സ്ഥലമായതുകൊണ്ടാണ്, ആദിശങ്കരൻ പിറവിയെടുത്ത സ്ഥലമായതുകൊണ്ട് പിറവമെന്നും, ആ കാലടി അതായത് പൂർണ്ണ നദിയെ കാലടി കൊണ്ട് വഴിമാറ്റി ഒഴുക്കിയല്ലോ, അതുകൊണ്ടാണ് ഇതിന് കാലടി എന്ന പേര് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എത്രമാത്രം അടിസ്ഥാനം ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ എങ്കിലും പിറവും ആദിശങ്കരാചാര്യമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. ചേച്ചി ഇപ്പൊ ശ്രീ ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെ ചേച്ചി പോയ ശ്രീ ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട ആ ഒരു യാത്ര, ആ ക്ഷേത്രങ്ങളെല്ലാം ഇപ്പൊ വളരെ വിശദമായി പറഞ്ഞു. ഇനി എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടോ? ആദിശങ്കരാചാര്യമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പോയ സ്ഥലങ്ങൾ ഇത്രയുമാണ്. വേറെ സ്ഥലങ്ങളൊന്നും എനിക്ക് പെട്ടെന്ന് അറിയില്ല. പിന്നെ ഞങ്ങൾ പ്രധാനമായിട്ടും നമ്മളുടെ ആ ഗുരുക്കന്മാര് തന്നിരുന്ന ഒരു ബുക്ക്ലെറ്റ് ഉണ്ടല്ലോ, അതിനനുസരിച്ച് അവർ ചിട്ടപ്പെടുത്തിയ ഒരു രീതി അനുസരിച്ച്. പിന്നെ ഏറ്റവും പ്രധാനം സന്യാസി വര്യന്മാർ പറഞ്ഞാൽ അതനുസരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് പറഞ്ഞാൽ അത് നമ്മളുടെ ഏറ്റവും ഹിതത്തിനായിരിക്കും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു യാത്ര 44 പേരെയും കൊണ്ട് ഇവിടുന്ന് ധാരാളം അമ്മമാരുണ്ടായിരുന്നു.
പുരുഷന്മാരും ഉണ്ടായിരുന്നു. കൊണ്ടുപോയി വളരെ സന്തോഷകരമായിട്ട് 2 ദിവസം കൊണ്ട് ഞങ്ങൾക്കത് പൂർത്തിയാക്കാൻ പറ്റി എന്നുള്ളത് വളരെ ഒരു ചാരിതാർത്ഥ്യം തന്ന കാര്യമാണ്. കുട്ടികളും ഉണ്ടായിരുന്നു അന്ന്. പിന്നെ മനസ്സിൽ ആഗ്രഹമുണ്ട് കുട്ടികളെ മാത്രമായിട്ട് കൊണ്ടുപോകണം. പക്ഷെ കുട്ടികളെ മാത്രമായിട്ട് നമ്മുടെ കൂടെ വിടുമോന്ന് അറിയില്ല. ഇല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മയൊക്കെ വന്ന് കുട്ടികളിലേക്ക് ഇത് കൂടുതലായിട്ട് എത്തിക്കണം എന്നാണ് ആഗ്രഹം. കാരണം അടുത്ത തലമുറ ഇതൊന്ന് അറിയണം. കാരണം അവർ ഏതൊരു ഭൂമിയിലാണ് ജനിച്ചിരിക്കുന്നത്, അതിൻ്റെ ഒരു പ്രാധാന്യമേ അതൊന്ന് മനസ്സിലാക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. പിന്നെ ജ്യോതിഷ വാർത്തയുടെ ഈ ക്രൂവിനോടായിട്ട് എനിക്ക് പറയാനുള്ളതും അല്ലെങ്കിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനും ഉള്ളത്, ആദിശങ്കരാചാര്യരുടെ ഈ ഒരു മഹിമ എല്ലായിടത്തും എത്തിക്കുന്നതിനായിട്ടുള്ള പല പ്രവർത്തനങ്ങൾ പല സംഘടനകൾ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് പാലക്കാട് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാന്ദീപനി സാധനാലയത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഭഗവാന്റെ നിശ്ചയമാണെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞു ഇങ്ങനെ ഓംകാരേശ്വറിൽ ആദിശങ്കരാചാര്യരുടെ 108 അടി ഉയരമുള്ള ആ വിഗ്രഹം അതിൻ്റെ പ്രതിഷ്ഠയ്ക്കായിട്ട് പോയിരുന്നു എന്ന്. അപ്പം അതൊരു ബാലവിഗ്രഹമാണ്. അതായത് ആദിശങ്കരാചാര്യ വിദ്യാഭ്യാസത്തിനായിട്ടാണ് അവിടെ പോയത്. അപ്പം ആ പ്രായത്തിലുള്ള ഒരു വിഗ്രഹമാണ്. അപ്പം അത് അന്ന് തൊട്ടേ ഇത് മനസ്സിലുണ്ട്. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് ഞാനും ഈ യോഗി ട്രെയിൽസിൻ്റെ ഡയറക്ടേഴ്സുമായിട്ട് ഞങ്ങളുടെ കുറേ മീറ്റിങ്ങുകളായിട്ട് തിരുവനന്തപുരത്ത് പോകണമായിരുന്നു. അപ്പം അവിടെ പോയി ഞങ്ങൾക്ക് ISROയിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മളുടെ സുഹൃത്താണ് ശ്രീജിത്ത് പണിക്കർ. അപ്പം അദ്ദേഹത്തെ ഒന്ന് കാണണമായിരുന്നു. അങ്ങനെ പല പല കാര്യങ്ങളുമായിട്ട് പോയി. അതേസമയം തന്നെ ശങ്കരാചാര്യരായിട്ടുള്ള നടുവിൽ മഠം അച്യുത ഭാരതി സ്വാമികളെ പോയി കണ്ടു. അപ്പം അദ്ദേഹത്തിനെ പോയി കണ്ടപ്പോഴുണ്ട് ഒരു അവിടെ ഞാൻ കണ്ട അതേ വിഗ്രഹത്തിന്റെ ഒരു ചെറിയ പതിപ്പ് വിഗ്രഹം ഇദ്ദേഹത്തിന് മുന്നിലിരിക്കുകയാണ്. പെട്ടെന്ന് സ്വാഭാവികമായിട്ട് എനിക്കത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താണ് വികാരം ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. അത്ര സന്തോഷം. അതേ രൂപമാണല്ലോ. അപ്പം ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചു ഇത് എവിടെ നിന്ന് കിട്ടി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പാലക്കാടുള്ള ഒരു ആശ്രമത്തിലുള്ളവർ കൊണ്ട് തന്നതാണ് എന്ന് പറഞ്ഞ് ഈ വിസിറ്റിംഗ് കാർഡ് കാണിച്ചു അവരുടെ. അപ്പൊ എനിക്കിത് നല്ല പരിചയമുണ്ട്. കാരണം ഓംകാരേശ്വറിൽ പോയി ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് അന്ന് ആ വിഗ്രഹ പ്രതിഷ്ഠയ്ക്കായിട്ട് പുറത്തിറങ്ങുമ്പോൾ ഈ ആശ്രമത്തിന്റെ അവിടുത്തെ പ്രധാന ആചാര്യൻ ശ്യാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം എന്നോട് വന്ന് പരിചയപ്പെടുകയും ഈ ഒരു കാർഡ് തരികയും ചെയ്തു. പക്ഷെ എന്താണോ ഞാനത് ഇപ്പൊ പല ആളുകൾ നമ്മൾ ധാരാളം പേര് വന്ന് പരിചയപ്പെടും. പക്ഷെ എന്തുകൊണ്ടും അദ്ദേഹത്തിന്റെ ആ ഒരു ചൈതന്യം കൊണ്ടും അതോടൊപ്പം അദ്ദേഹം തന്ന ആ ഒരു വിസിറ്റിംഗ് കാർഡ് ഉണ്ടല്ലോ, അതിൽ ആ ക്ഷേത്രത്തിന്റെ പേര് 5 മൂർത്തി ക്ഷേത്രം എന്നാണ് എഴുതിയിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു 5 മൂർത്തി ക്ഷേത്രം, പെട്ടെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കും. സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു ഇതല്ല. അപ്പൊ അദ്ദേഹം അതിനെപ്പറ്റിയൊക്കെ പറയുകയും ചെയ്തു. ഇങ്ങനെ 5 മൂർത്തികളുണ്ട്, അതിന്റെ പ്രത്യേകതകളൊക്കെ. അപ്പൊ ഇവരാണ് തന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവരെ എനിക്ക് അറിയാമല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു വേണമെങ്കിൽ ഇത് കൊണ്ടുപോക്കോളൂ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട, അങ്ങേക്കായിട്ട് ഇത് സമർപ്പിച്ചതല്ലേ, അത് ഇവിടെ ഇരിക്കട്ടെ, എനിക്ക് പക്ഷേ ഇതൊരെണ്ണം വേണമെന്നുണ്ട്, ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചോളാന്ന് പറഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതോ വിസിറ്റിംഗ് കാർഡ് തപ്പിയെടുത്തു. ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു. അപ്പൊ വിളിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അതിനെന്താ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഞങ്ങൾ ഉടൻ തന്നെ അവിടെ എത്തിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, അതിനുവേണ്ടി പാലക്കാട് നിന്ന് വരണ്ട, എൻ്റെ മോള് പാലക്കാടാണ് പഠിക്കുന്നത്, അവിടെ ഏൽപ്പിച്ചാലും മതി എന്ന് പറഞ്ഞു. അതൊന്നുമില്ല, ഞങ്ങൾ വന്നോളാന്ന് പറഞ്ഞു. വിളിച്ചതിന്റെ അടുത്ത ദിവസം ഒരു കാറിൽ വന്നിട്ട് എനിക്ക് അതേ വിഗ്രഹം ഇവിടെ കൊണ്ടു തന്നു. അപ്പൊ എനിക്കത് വളരെ സന്തോഷമായി, ആദിശങ്കരാചാര്യരുടെ ഒരു വിഗ്രഹം ഇവിടെ എത്തുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞത്, ഇങ്ങനെ ഒരു വിഗ്രഹം നിർമ്മിക്കാനുള്ള കാരണം. അപ്പൊ അദ്ദേഹം പറഞ്ഞത് നമ്മളുടെ കേരളത്തിലുള്ള പലരും ആദിശങ്കരാചാര്യരുടെ മഹത്വത്തെ പറ്റി അത്ര മനസ്സിലാക്കുന്നില്ല. പലപ്പോഴും ഒരു ഗൃഹപ്രവേശം നടക്കുമ്പോഴും എല്ലാവരും ബുദ്ധഭഗവാന്റെ പ്രതിമ വയ്ക്കും. അതൊരിക്കലും മോശമാണെന്നല്ല കേട്ടോ പറയുന്നത്, ഐശ്വര്യമാണ് പറഞ്ഞത്. പക്ഷെ കേരളത്തിലെ ഗൃഹങ്ങളിൽ ശങ്കരന്റെ ഒരു വിഗ്രഹം വളരെ കുറവാണ് കാണുന്നത്. അപ്പൊ ആദ്യം അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇവിടുത്തെ ഗ്രഹങ്ങളിലെല്ലാം ആദിശങ്കരന്റെ വിഗ്രഹം എത്തിക്കുക. ഈ വിഗ്രഹം എത്തിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പറഞ്ഞാല്, ഒരു വിഗ്രഹം നമ്മളുടെ ഗ്രഹത്തിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ വിഗ്രഹം കാണുമ്പോൾ ആദിശങ്കരാചാര്യ ഓർമ്മ വരും അല്ലെ, തീർച്ചയായിട്ടും ആ സങ്കല്പം കൊണ്ട് അതിന് ശക്തി ഉണ്ടാവും. പിന്നെ ശങ്കരാചാര്യ അവിടെ നിന്ന് പ്രവർത്തിച്ചോളൂ. പിന്നീട് നമ്മുടെ പ്രവൃത്തികളും ചിന്തകളും ആ ശങ്കരാചാര്യരുടെ പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് നമ്മളെയും കൂടി അത് കൊണ്ടെത്തിച്ചോളൂ. അദ്ദേഹം അവിടെ ഇരുന്ന് അനുഗ്രഹിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഒരു ശങ്കരാചാര്യരുടെ വിഗ്രഹത്തിന്റെ ചെറിയൊരു പതിപ്പുണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ പാലക്കാട് തന്നെയുള്ള ഒരു ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹമാണ്, പേര് കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു, അതെ. അപ്പൊ അദ്ദേഹത്തിനെ കൊണ്ട് പല തവണ മാറ്റിമറിച്ച് ഈ ഒരു വിഗ്രഹം ഉണ്ടാക്കി.
അതിനുശേഷം അവിടെ നടത്തിയ ഒരു വലിയ ചടങ്ങിൽ വെച്ചിട്ട് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗവർണർ ശ്രീ ആർലേക്കർ സാറ്, നമ്മളുടെ ആധ്യാത്മിക രംഗത്തെ ഏറ്റവും വലിയ പ്രഭാഷകനായിട്ടുള്ള ശ്രീ രാജേഷ് നാദാപുരം സാറിലെ അദ്ദേഹത്തിന് കൊടുത്ത് ഇത് ഉദ്ഘാടനം ചെയ്തു. അപ്പോഴാണ് ആർലേക്കർ സാർ പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതവും ഈ കാലടിയുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ഇവിടെ ഗവർണറായിട്ട് വരുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം എവിടെയോ ചെന്നപ്പോൾ, എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയില്ല, ചെന്നപ്പോൾ ഒന്ന് കാലടിയിൽ പോകണമെന്നും ശങ്കരാചാര്യ ഭൂമി സന്ദർശിക്കണമെന്നും ഏതോ ഒരു സന്യാസി വര്യൻ പറഞ്ഞു. അത് കഴിഞ്ഞാൽ ഉടനെയാണ് അദ്ദേഹത്തിന് ഇവിടെ ഗവർണറായിട്ട് വന്നത്. അപ്പൊ അദ്ദേഹം ഇത് കൊടുത്തപ്പോൾ ഈ ഒരു സങ്കല്പം ശ്യാംജി അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നമ്മൾ സാധാരണ ഇത് കൊടുക്കുമ്പോൾ ചൊല്ലുന്നത് ഹരഹര ശങ്കര ജയ ജയ ശങ്കര എന്നാണ്. ഉടനെ ഗവർണർ പറഞ്ഞു, ഗൃഹേ ഗൃഹേ ശങ്കര, കേരളത്തിലെ എല്ലാ ഗ്രഹങ്ങളിലും ഈ ശങ്കരൻ എത്തട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അതോടുകൂടി സാന്ദീപനി സാധനാലയം തീരുമാനിച്ചു 1,00,000 ഗൃഹങ്ങളിൽ ഇത് എത്തിക്കുക എന്നുള്ളത്. പക്ഷെ എല്ലായിടത്തും സൗജന്യമായിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. ഞാൻ പിന്നീട് ഇത് നിർമ്മിക്കുന്ന ആളുടെ ഗൃഹത്തിലൊക്കെ പോയി കേട്ടോ. അപ്പൊ അദ്ദേഹം വളരെ സാത്വികനായിട്ടുള്ള ഒരാൾ, കുറച്ച് പ്രായമായ ആളാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഇത് ഓരോന്നും, ഈ വിഗ്രഹം കൈകൊണ്ടാണ് മോൾഡിലെടുക്കും, പിന്നെ പെയിന്റ് ചെയ്യുന്ന മുഴുവൻ കൈകൊണ്ടാണ് ഓരോ വിഗ്രഹവും. അങ്ങനെ പിന്നെ വളരെയധികം വിഗ്രഹങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. ധാരാളം ആളുകൾക്ക് അവരെ സമ്മാനമായിട്ടും അത് കൊടുക്കാൻ തുടങ്ങി. സമ്മാനമായിട്ട് കൊടുക്കുന്നത് കുറച്ച് സമൂഹത്തിൽ സ്വാധീനിക്കാൻ പറ്റുന്നവർക്കാണ്. എന്നാൽ അവർക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ അവര് പറയുന്നത് കേൾക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ. അപ്പൊ അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്നുള്ളത് കൊണ്ട് പലർക്കും അവര് സമ്മാനമായിട്ട് കൊടുത്തു. പിന്നെ ബാക്കിയുള്ളവർക്ക് പൈസ കൊടുത്ത് വാങ്ങാം. കാരണം ഇത്രയും നിർമ്മിക്കുമ്പോൾ ആശ്രമത്തിന് വളരെ ഒരു ഭാരിച്ച ചെലവാണ് വരിക. അപ്പൊ അവർ 500 രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നി ഈ ഒരു ദൗത്യത്തിൽ പങ്കുചേരണം, ഇത് വളരെ വലിയ മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തോന്നി. അങ്ങനെ ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. ഞാനും യോഗി ട്രെയിൽസിലെ അവരും കൂടെ പോയി സംസാരിച്ചു. ഞങ്ങളെ കൊണ്ടാവുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. വളരെ സന്തോഷമായി, ചേച്ചി ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ വളരെ സന്തോഷമാണ് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ആദിശങ്കരാചാര്യരുടെ വിഗ്രഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ ആദ്യം ഞങ്ങൾക്ക്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഒരു 25 വിഗ്രഹം കൊണ്ടുവന്നു. ഞങ്ങളെ യോഗി ട്രെയിൽസിന്റെ ഓഫീസിലാണ് ആദ്യം അത് സൂക്ഷിച്ചത്. പിന്നീട് അത് 100ആയി, 125ആയി, പലതവണ വന്നു. ചില ആളുകൾ 10ഉം 15ഉം മേടിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ ആളുകളിലെല്ലാം ഇത് എത്തിക്കുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ എത്തിച്ച് അവർ പിന്നെ പൈസ അയച്ചു തരും നമുക്കായിട്ട്. അപ്പൊ അങ്ങനെ ഇത് ഏറ്റവും കൂടുതൽ ഗ്രഹങ്ങളിൽ ഈ ആദിശങ്കര വിഗ്രഹം എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം ഞങ്ങളും കൂടെ, സാന്ദീപനി സാധനാലയാണ് തുടങ്ങി വെച്ചതെങ്കിലും സമാന മനസ്കർ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണല്ലോ എപ്പോഴും നല്ലത്. അപ്പൊ ഞാൻ പ്രഭാഷണത്തിന് പോകുമ്പോഴും പല ആളുകൾക്കും ഇത് സമർപ്പിക്കാറുണ്ട്. ചിലര് വേണമെന്ന് പറയുമ്പോൾ അഡ്രസ്സ് മേടിച്ചിട്ട് ഓഫീസിലുള്ള സ്റ്റാഫ് അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. എൻ്റെ ഒരു ആഗ്രഹം ജ്യോതിഷ വാർത്താ ക്രൂവിന് ഇതൊന്നും സമ്മാനിക്കണം എന്നാണ്. നിങ്ങളുടെ ഓഫീസിൽ ഇത് തീർച്ചയായിട്ടും വെക്കണം. ഭഗവാന്റെ ആദിശങ്കരാചാര്യരുടെ എല്ലാ അനുഗ്രഹവും, കാരണം നിങ്ങളും ജ്ഞാനം പ്രസരിപ്പിക്കുന്നവരല്ലേ. അപ്പൊ ആ ഒരു ജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിന് ആദിശങ്കരാചാര്യരെ പോലെ അനുഗ്രഹിക്കാൻ വേറെ ആരാണ് നമുക്കുള്ളത്? നമ്മുടെ നാടിന്റെ ആചാര്യനാണ്. അപ്പൊ അതുകൂടി നിങ്ങൾക്കൊന്ന് സമർപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിലൂടെയുള്ള മനോഹരമായ ഒരു യാത്രയുടെ കഥയാണ് ചേച്ചി ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത്. എത്ര മനോഹരമായ യാത്രയാണെന്ന് നോക്കൂ. ആ പുണ്യഭൂമി സന്ദർശിക്കുകയും അവിടെ ഇരുന്ന് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കീർത്തനങ്ങൾ ആലപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എത്ര വലിയ പുണ്യമാണ് ആ യാത്രയിലുടനീളം ഇവർ നേടുന്നത്. ചേച്ചി വളരെയധികം ഭാഗ്യം ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നു. എത്ര രസകരമായിരിക്കും അങ്ങനത്തെ യാത്രകളല്ലേ. എന്തായാലും ചേച്ചി ആ യാത്ര ഞങ്ങളോടും പങ്കുവച്ചതിന് ഹൃദയത്തിൽ നിറഞ്ഞ ഒരു നന്ദി ഞങ്ങൾ അർപ്പിക്കുന്നു. ഇതോടൊപ്പം ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.